കൊല്ലമേരൂരിൽ മോഷണ പരമ്പര നടത്തിയ മോഷ്ടാവിനായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പെട്രോൾ പമ്പിലും ഹോട്ടലിലും മോഷണം നടത്തിയ പ്രതി പലയിടങ്ങളിലും മോഷണ ശ്രമവും നടത്തിയിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച പോലീസ് ഇയാളെ കണ്ടെത്താനായുള്ള ശ്രമത്തിലാണ്. ഏരൂർ കാഞ്ഞിവയലിലെ ഹോട്ടലിലും പഴയേരൂരിലെ പെട്രോൾ പമ്പിലുമാണ് മോഷണം നടന്നത്. മോഷ്ടാവെന്ന് കരുതുന്നയാൾ പുലർച്ചെ 4 മണിയോടെ ഹോട്ടലിന്റെ മുൻവശത്തെത്തി ഡോറിന്റെ പൂട്ട് പൊളിച്ച് അകത്ത് കിടന്നായിരുന്നു മോഷണം നടത്തിയത്. മേശയിൽ സൂക്ഷിച്ചിരുന്ന 10,000 രൂപയും നേർച്ചവഞ്ചിയിലുണ്ടായിരുന്ന പണവും കവർന്നു. 100 നോട്ടിലെല്ലാം കൂടെ ഒരു 10,000 രൂപ ഉണ്ടായിരുന്നു. ഞാൻ ഇതുപോലെ മേശയിൽ വെച്ച് ലോക്ക് ചെയ്ത് താക്കോലാമരെ കൊടുത്തിട്ടാണ് പോയത്. പിന്നെ ഒരു വഞ്ചിപ്പെട്ടി ഇവിടെ ഇരിപ്പുണ്ട്. അത് ഈ വഞ്ചിപ്പെട്ടി എന്ന് പറഞ്ഞാൽ ഇതൊരു 3-4 വർഷമായ ഒരു വഞ്ചിപ്പെട്ടിയാണ്. പള്ളിയിലത്തെ ഒരു വഞ്ചിപ്പെട്ടിയായിരുന്നു, ഒരു ഗ്ലാസിന്റെ വഞ്ചിപ്പെട്ടി. അതിനകത്ത് വെച്ച് തോനെ പൈസ ഉണ്ട്. അതിലും കാണും ഒരു 10,000 രൂപ പുറത്തുള്ള പൈസ കാണും. അത് ഗ്ലാസിന്റെ വഞ്ചിപ്പെട്ടി. അങ്ങനെ അതും പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ എല്ലാം ഇവര് തപ്പിയും തടയും നോക്കിയിട്ടുണ്ട്. പിന്നെ ഈ മേശയിൽ ഒരു 100-300-400 അല്ല ചില്ലറയായിട്ടുള്ള പൈസ നോട്ട് കടന്ന് അതും പുറകെ എടുത്തിട്ടുണ്ട്. ഹോട്ടലിലെ കവർച്ചയ്ക്ക് ശേഷം ഇയാൾ തൊട്ടടുത്തുള്ള പഴയേരൂരിലെ പെട്രോൾ പമ്പിലെത്തി ഓഫീസിന്റെ മുൻവശത്തെ ഗ്ലാസ് പൊട്ടിച്ച് അകത്ത് കടന്നു. അവിടെയും മേശയിൽ സൂക്ഷിച്ചിരുന്ന മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ളവ കവർച്ച നടത്തുകയും CCTV ക്യാമറകൾ നശിപ്പിക്കുകയും ചെയ്തു. പെട്രോൾ പമ്പിന് സമീപത്ത് പ്രവർത്തിക്കുന്ന മീൻകടയിലും ഇയാൾ മോഷണ ശ്രമം നടത്തി. പൂട്ടുപൊളിച്ചാണ് ഇവിടേക്കും അകത്ത് കടക്കാൻ ശ്രമിച്ചത്. ഒരാഴ്ച മുൻപ് സമീപ പ്രദേശത്തെ വർക്ക്ഷോപ്പിലും മറ്റൊരു കടയിലും മോഷണം നടന്നിരുന്നു. ഇതിനു പിന്നിൽ കൂടുതൽ പേരുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച പോലീസ് കൂടുതൽ പരിശോധനകൾ നടത്തിയ ശേഷം അന്വേഷണം വ്യാപകമാക്കിയിട്ടുണ്ട്. ജനം, കൊല്ലം.